കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ പടന്നപ്പാലത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 27.03 കോടി രൂപ ചെലവഴിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചത്. എന്നാൽ പദ്ധതി പൂർണ്ണമാകാതെയാണ് കോർപ്പറേഷൻ പ്ലാന്റ് നിർമ്മിച്ചതെന്നും ആക്ഷേപം ഉയരുകയാണ്. കോർപ്പറേഷന്റെ സ്വന്തം പദ്ധതിയായി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ധൃതി പിടിച്ച പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തതെന്നാണ് ആരോപണം. കണ്ണൂർ നഗരത്തിലെ മലിനജലം പ്രധാനമായും ഒഴുകിയെത്തുന്നത് പടന്നത്തോടിലാണ്. ഇവയ്ക്കുള്ള ശാശ്വത പരിഹാരം എന്ന നിലയ്ക്കാണ് പ്ലാന്റ് പണിതിരിക്കുന്നത്. 1.5 വർഷമായി 80% പണി മാത്രമാണ് പൂർത്തിയാക്കിയത്. 2.5 കിലോമീറ്ററിലധികം ലൈൻ വലിക്കാനുണ്ട്. മാത്രമല്ല, ലൈൻ വലിച്ചിടങ്ങളിലെ സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും ലൈൻ കണക്ട് ചെയ്യുകയും വേണമെന്നും കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷ് പറഞ്ഞു. ഉദ്ഘാടനം നടത്തുന്ന പാതി വഴി. അപ്പോൾ ആ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിച്ചത് 10 ദശലക്ഷം ലിറ്റർ വെള്ളം മലിനീകരണം നടത്തി ശുദ്ധജലമാക്കി വിടുന്ന പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് ഈ പടന്നത്തോടിന്റെ ഈ കറുത്ത വെള്ളം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ്. കണ്ണൂരിൽ നിന്ന് എത്രയോ കാലമായുള്ള ഈ മാലിന്യങ്ങളെല്ലാം പേറി അതിന്റെ ഡംപിങ് ഏരിയയായി നമ്മളെ പടന്നത്തോട് മാറിയിരിക്കുക. അത് മാറ്റാൻ ഇതിൻ്റെ അകത്ത് വല്ല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു വീട്ടിൽ പോലും കണക്ഷൻ നൽകാതെ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് സ്വന്തം പദ്ധതിയായി കാണിക്കാനാണ്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമഗ്ര അഴുക്കുചാൽ പദ്ധതിയും മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മലിനജല ശുദ്ധീകരണ പദ്ധതിയിൽ പകുതിയിലധികം തുകയും കേന്ദ്ര ഗവൺമെന്റിന്റേതാണ്. ഈ സാഹചര്യത്തിലാണ് പ്ലാന്റ് നിർമ്മാണം സ്വന്തം പദ്ധതിയായി കോർപ്പറേഷൻ ഉയർത്തി കാണിക്കുന്നത്. ജനം, കണ്ണൂർ.